സ്വന്തമായിട്ട് നെല്ലിട്ട് നാടൻ മാറ്റുന്നു, കുടിക്കുന്നു, പണിയെടുക്കുന്നു. അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ബ്രാൻഡിൽ നിന്ന് ഒരു മണിക്കൂറില്ല. കേരളം പൊട്ടാ ഫുള്ള് അങ്ങനെയാണല്ലോ. ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഒരു ലോറി ഡ്രൈവറുടെ ഒരു ദിവസത്തെ കാഴ്ചകളാണ്. നമ്മളിപ്പോൾ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ രാജഗിരിയിലേക്കാണ്. രാജഗിരിയിൽ നിന്ന് ലോഡ് എടുത്തിട്ട് നേരെ പോകുന്നത് ചൂട്ടാട് ബീച്ചിലേക്ക്. അവിടെയാണ് ഈ ലോഡ് നമ്മൾ തട്ടുന്നത്. വണ്ടി പാർക്ക് ചെയ്തത് ചെറുപുഴ ടൗണിനടുത്താണ്. സ്കൂൾ ടൈം ആയതുകൊണ്ട് തന്നെ 10:30-ക്ക് ശേഷമാണ് ലോഡ് എടുക്കാൻ വണ്ടി എടുത്തത് നമ്മൾ. ഇതാണ് രാജഗിരിയിലേക്ക് കയറുന്ന ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. ചെറിയൊരു ടൗണാണ് രാജഗിരി എന്നത്. ഈ രാജഗിരി കഴിഞ്ഞാലുള്ള അടുത്ത പ്രദേശം എന്ന് പറയുന്നത് ജോസ്ഗിരി എന്നതാണ്. ഈ ജോസ്ഗിരിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. തിരുനെറ്റിക്കല്ല് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഇതാണ് രാജഗിരി മലനിരകൾ. ഈ കാണുന്ന മലനിരകളൊക്കെ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണെന്ന് പറയുന്നു. ഈ ഒരു പ്രദേശങ്ങൾ മൊത്തത്തിൽ ഫോറസ്റ്റുമായി ചുറ്റപ്പെട്ടതാണ്. അവിടുന്ന് 7 കിലോമീറ്റർ ഇങ്ങനെ വരുന്ന മാറിയാൽ ചെറുപുഴ ടൗണില്ലേ, അതേപോലത്തെ ബാഹമണ്ഡലം എന്ന് പറയുന്ന സിറ്റിയാണ്. അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് 27 കിലോമീറ്റർ മറിയാൽ മടിക്കേരി എന്ന് പറയുന്ന സ്ഥലം, കൂർഗ് ഡിസ്ട്രിക്റ്റ് മെയിൻ സെൻറ്റർ, നമ്മുടെ കണ്ണൂർ പോലെ. അവിടുന്ന് പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് മാറുന്നതനുസരിച്ച് മൈസൂരേക്കായി. അവിടുന്ന് ഇങ്ങനെ മൈസൂരിൽ നിന്ന് ഇങ്ങനെ പാസ് ചെയ്താൽ ബാംഗ്ലൂരാണ്. കർണാടകവും തമിഴ്നാടും ഫുള്ള് കൂടുതലും ഫോറസ്റ്റാണല്ലോ. ഇത് നമ്മൾ നേരിട്ട് പാലക്കാട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റ്. തമിഴ്നാടും കർണാടകത്തിൻ്റെ പ്രത്യേകത മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടുകുടുംബമാണ്, പിന്നെ ഒരു 5-6 കിലോമീറ്റർ ഫുള്ള് ഫോറസ്റ്റാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത കൂട്ടുകുടുംബം. അങ്ങനെയാണല്ലോ അവർ. സ്വന്തമായിട്ട് നെല്ലിട്ട് നാടൻ മാറ്റുന്നു, കുടിക്കുന്നു, പണിയെടുക്കുന്നു. അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ബ്രാൻഡിൽ നിന്ന് ഒരു മണിക്കൂറില്ല. കേരളം പൊട്ടാ ഫുള്ള് അങ്ങനെയാണല്ലോ. പ്രകൃതിൻ്റെ ഒരു അത്ഭുതം കണ്ട ഒരു ചെറിയ വാട്ടർഫാള് ഇതിനപ്പുറത്തേക്ക് ഒഴുകുന്നില്ല. ഇടം കൊണ്ടത് നിന്നു. ഇതിൻ്റെ അടിയിലൂടെ ഒരു മാളം പോകുന്നുണ്ട്. ഈ മാളത്തിലൂടെയാണ് വെള്ളം പമ്പ് ചെയ്ത് പോകുന്നത്. ഇതാണ് ഈ കല്ലിൻ്റെ ഇടയിലൂടെയാണ് ആ മാളം വരുന്നത്. ഈ മാളത്തിലൂടെയാണ് ആ വാട്ടർഫാളിൽ നിന്ന് വരുന്ന വെള്ളം പുറത്തേക്ക് പോകുന്നത്. മഴക്കാലത്ത് ചിലപ്പോൾ ഇതൊരു നല്ല അടിപൊളി വാട്ടർഫാളായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു കാഴ്ച എന്നത് രാജഗിരി കുന്നുകളുടെ ഏറ്റവും മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ്. ആ കോട കൊണ്ട് മൂടപ്പെട്ട പ്രദേശങ്ങളെല്ലാം കർണാടക, മൈസൂർ തുടങ്ങിയ പ്രദേശങ്ങളാണെന്നാണ് നേരത്തെ പരിചയപ്പെട്ട ആ ചേട്ടൻ നമ്മളോട് പറഞ്ഞു തന്നത്. അങ്ങനെ കുറേ സമയത്ത് കാത്തിരിപ്പിനൊടുവിൽ വണ്ടി ലോഡും കയറ്റി വന്നിട്ടുണ്ട്. ഇതാണ് ലോഡ് എടുക്കുമ്പോൾ നമ്മളെ വണ്ടി. ഇത് 12 വീലിൻ്റെ ഒരു ചെറിയ ടിപ്പറാണ് കേട്ടോ. അങ്ങനെ ലോഡ് ഫുള്ളാക്കിയതിന് ശേഷം നമ്മൾ നേരെ രാജഗിരി കുന്നുകൾ ഇറങ്ങി. ഇത് പുളിങ്ങം എന്നൊരു സ്ഥലമാണ്. അങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണം, സമയം ഇപ്പോൾ ഏകദേശം 1:30 കഴിഞ്ഞു. ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ നേരെ പുളിങ്ങം ടൗണിനടുത്തുള്ളൊരു ഹോട്ടലിലാണ് കയറിയത്. ഹോട്ടലിൻ്റെ ഉടമസ്ഥനാണെന്ന് തോന്നുന്നു ഇങ്ങനെ നിന്നിട്ട് നോക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം, പത്തലും ചിക്കനും. ഇത് രണ്ടും മിക്സ് ആക്കിയിട്ടുള്ളൊരു വിഭവമാണ്. പത്തലും ചിക്കനും മിക്സ് ആക്കിയിട്ട് കഴിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അത് കൂടാണ്ട് ഒരു ചെറിയ ചായയും കുടിച്ചു.
സമയം ഇപ്പോൾ ഏകദേശം 1:45 കഴിഞ്ഞു. നമ്മൾ നേരെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ചൂട്ടാട് ബീച്ചിലേക്ക് തിരിച്ചു. അങ്ങനെ 1.5 മണിക്കൂറിൻ്റെ യാത്രകൾക്ക് ശേഷം നമ്മൾ ചൂട്ടാട് ബീച്ചിലേക്ക് എത്തി. ചൂട്ടാട് ബീച്ച് നമ്മളെ വെൽക്കം ചെയ്തത് നല്ല അടിപൊളി മഴയിലൂടെയായിരുന്നു. ഇത് ചൂട്ടാട് ബീച്ചിലേക്ക് കയറുന്ന എൻട്രൻസ് ആണ്. പാർക്കിലേക്ക് കയറുന്നല്ല, ഇത് ലോഡ് തട്ടാൻ വേണ്ടി സെപ്പറേറ്റ് ആക്കിയ ഒരു എൻട്രൻസ് ആണിത്. ഈ ഒരു ലോഡ് തട്ടുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ടത് വെയിറ്റ് നോക്കുന്നതാണ്. ഇതാണ് വണ്ടിയും ലോഡിൻ്റെയും വെയിറ്റ് ഒന്നിച്ച് നോക്കുന്നൊരു വേ ബ്രിഡ്ജ്. ഇതിന് വേ ബ്രിഡ്ജ് എന്ന് തന്നെയാണെന്ന് തോന്നുന്നു പറയുന്നത്, കറക്റ്റ് അറിയില്ല എൻ്റെ പേരെന്താണ്. ഇത് ലോഡ് ഇറക്കിയതിന് ശേഷം ഒന്നുകൂടി വണ്ടീൻ്റെ വെയിറ്റ് നോക്കുന്നൊരു ഭാഗമാണിത്. നല്ല അടിപൊളി മഴയായതുകൊണ്ട് ലോഡ് ഇറക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇത്തരത്തിൽ നല്ല സൈസുള്ള സീബാളാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് കേട്ടോ. നമ്മളെ വണ്ടിയിലില്ലത് എത്രത്തോളം വലുതാണെന്ന് നമ്മളോടും കണ്ടിട്ടില്ല. ഇതാണ് ചൂട്ടാട് ബീച്ച് പാർക്ക്. ഈ സീവാളിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ബീച്ച് ക്ലോസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ബീച്ചിലൊന്നും ആരെയും നമ്മൾ ഈ വന്ന സമയങ്ങളൊന്നും കണ്ടിട്ടൊന്നുമില്ല. ഈ ബീച്ചിന് ചുറ്റും ഇത്തരത്തിലുള്ള വലിയ പൈൻ മരങ്ങളുണ്ട്. മഴയായതുകൊണ്ട് തന്നെ കുറേ മരങ്ങൾ സൈഡിലെല്ലാം വീണിട്ടുണ്ട്. ഇത് ചൂട്ടാട് ബീച്ചിൽ പെറ്റ്സ് ലാൻഡ് എന്ന് പറയുന്ന ഒരു സംരംഭം ആണെന്ന് തോന്നുന്നു. ഫുൾ ക്ലോസ് ആയിരുന്നു നമ്മൾ പോയ സമയത്ത്. പെറ്റ്സ് ലാൻഡിൻ്റെ അടുത്ത് പോയതേ ഉള്ളൂ, അപ്പോഴത്തേക്കൊണ്ട് 2 പുലിക്കുട്ടികൾ നമ്മളെ കണ്ടിട്ട് നമ്മളെ അടുത്തേക്ക് വരുന്നത്. നല്ല രസമുണ്ട് ഈ പൂച്ചനെ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും നമ്മളെ കണ്ടപ്പോൾ തന്നെ നമ്മളെ അടുത്തേക്ക് വന്നു. നല്ല കമ്പനിയാണ്. മഴയൊക്കെ നനഞ്ഞ് നല്ല രസമുണ്ടായിരുന്നു ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. കുറേ സമയം നമ്മളെ അടുത്ത് ഇത് സ്പെൻഡ് ചെയ്തിന്. ഇതിൻ്റെ എല്ലാം കുറേ ഫോട്ടോസും വീഡിയോസെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്നലെ വന്ന സമയത്ത് ഇത്രയും വലിയ തിരകളൊന്നും ഈ ചൂട്ടാട് ബീച്ചിലുണ്ടായിട്ടില്ല. എന്താ അറിയില്ല, ഇന്ന് മഴയായത് കൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല തിരയുണ്ടായിന്. ഇന്നലെ വന്നപ്പോൾ നല്ല വെയിലും തിരയൊന്നും അനങ്ങുന്നേ ഇല്ല. ഒരു ശാന്തമായ കടലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഇന്നലത്തെ കാഴ്ചകളാണ്, ഇന്നലത്തെ കാഴ്ചകളാണിത്. നല്ല ശാന്തമായ കടൽ, നല്ല വെയിലുണ്ടായിനി. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും ചെറിയ രീതിയിലാണ് തിരയടിക്കുന്നത്. നമ്മളെ കാഞ്ഞങ്ങാട് ആ ഭാഗത്തുള്ള കടലിലെല്ലാം നല്ല തിരയടിക്കുന്നുണ്ട്. ഇത്രത്തോളം ഇതില്ല. നല്ല മഴയായതുകൊണ്ട് നമുക്ക് ചൂട്ടാട് ബീച്ചൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ നമ്മൾ നേരെ തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. ചൂട്ടാട് ബീച്ചിൽ നിന്ന് നമ്മൾ ഇറങ്ങി. സ്കൂൾ ടൈം ആയതുകൊണ്ട് 5 മണിക്ക് ശേഷം മാത്രമേ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റൂ. അതുവരെ നമ്മൾ ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കണം. നമ്മളിങ്ങോട്ട് കയറുമ്പം ഈ 2 സൈഡും നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പം ഇറങ്ങുന്ന സമയത്ത് വെള്ളമില്ല, വെള്ളം താണു.
താഴ്ന്നു പോയി. സമയം ഇപ്പോൾ 5:30 കനാൽ പോട്ട് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ചായ കുടിച്ചു വൈകുന്നേരം. അങ്ങോട്ട് പോകുമ്പോൾ ഫുൾ മഴയായതുകൊണ്ട് പോകുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല.